തനിക്കെതിരെയുള്ള മിച്ചഭൂമി കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്ത് മറച്ചുവെച്ചാണ് താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതെന്ന് PV അൻവർ MLA മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഭാവികമായിട്ടും കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന ലാൻഡ് ബോർഡിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന കുറെ ഡോക്യുമെന്റ്സ് ആ ഡോക്യുമെന്റ്സിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണ് എന്നുള്ളത് ഇത് തീർപ്പാക്കുമ്പോഴേ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ആ ഒരു നിയമ പോരാട്ടത്തിന് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഉറപ്പല്ലേ. അതിൽ പലതും വ്യാജരേഖകളാണ്. കാരണം പല പ്രോപ്പർട്ടിയെയും ഡബിൾ എൻട്രി ആയിട്ട് കാണിച്ചിട്ടാണ് ലാൻഡ് ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ചത്. അതാണ് നമ്മൾ ഹൈക്കോടതിയിൽ നമ്മളെ വിശദമായ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിലുള്ള സീനിയർ ഓഫീസർമാർ പരിശോധിക്കുമല്ലോ. മാത്രമല്ല ഈ ലാൻഡ് ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഈ കേസുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു വക്കീലിനോട് പറഞ്ഞിട്ടുള്ളത്, സാറേ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾക്ക് അത്രയും സമ്മർദ്ദമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സെന്റ് ഭൂമിയും വിഷഭൂമി ഇല്ല എന്ന് ഞങ്ങൾക്ക് എഴുതാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങളത് കോടതിയിൽ നിങ്ങൾക്ക് അത് വിശദീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ലാൻഡ് ബോർഡ് ഉദ്യോഗസ്ഥരുടെ മുകളിലുണ്ടായിട്ടുള്ള പ്രഷറിന്റെ റിഫ്ലക്ഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഫ്രീ ആയിട്ട് ഞാൻ ഈ സ്റ്റേ കിട്ടിയിട്ട് നിങ്ങൾ ഇത്രയും ദിവസം കൊട്ടിച്ചൊരു കാര്യമാണ്. ഈ ലാൻഡ് ബോർഡ് മീറ്റിംഗ് നടക്കുന്ന ദിവസം കേരളത്തിൽ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്ന പ്രധാന വാർത്തകളിൽ ഒരു വാർത്തയാണ്. കഴിഞ്ഞ ആഴ്ച മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് മണ്ഡലം നവകേരള സദസ്സിലാണ് അൻവറിന്റെ മിച്ചഭൂമി കണ്ടുകെട്ടാൻ ഹൈക്കോടതിയെ സമീപിച്ച പരാതിക്കാരൻ പരാതി നൽകിയിരുന്നു. ഇതിനെതിരെയാണ് അൻവർ രംഗത്തുവന്നത്. അനർഹമായ ഭൂമി തനിക്കുണ്ടെങ്കിൽ അത് തിരിച്ചുപിടിക്കണം, താൻ ഒരാളുടെ ഭൂമിയും ഒരു ഇഞ്ച് അപഹരിച്ചിട്ടില്ല. ആരോപണം ഉയർത്തിയ പരാതിക്കാരനെതിരെയും വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സ്വകാര്യ ചാനലിനെതിരെയും മാനനഷ്ട കേസ് നൽകുമെന്നും ഇദ്ദേഹം പറഞ്ഞു. PV അൻവർ MLAയുടെ ബിനാമി ഭൂമിയിലടക്കം അന്വേഷണം നടത്തി നിയമവിരുദ്ധമായ ഭൂമി പിരിച്ചെടുത്ത് ആദിവാസികൾക്കും ഭൂരഹിതർക്കും വിതരണം ചെയ്യണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു. നിലമ്പൂരിൽ സമരം നടത്തുന്ന ആദിവാസികൾ നിലമ്പൂർ മണ്ഡലത്തിൽ ഉള്ളവരല്ലെന്നും ഒരു ചോദ്യത്തിന്റെ മറുപടിയായി അൻവർ പറഞ്ഞു. അന്യായമായി സംസ്ഥാന സർക്കാരിനെ കരുവാരിത്തേക്കാനുള്ള സ്പോൺസേഡ് സമരമാണിത്. സമരം നയിക്കുന്ന ബിന്ദുവിന് 3 വീടുകളുണ്ട്. ബിന്ദുവിന്റെ പേരിലും ബിന്ദുവിന്റെ ഭർത്താവിന്റെ പേരിലും ഭർത്താവിന്റെ അമ്മയുടെ പേരിലുമാണ് 3 വീടുകളുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ആദിവാസികൾക്ക് അവകാശപ്പെട്ട മുഴുവൻ ഭൂമിയും വിതരണം ചെയ്യുക, സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 210 ദിവസമായി ആദിവാസി കൂട്ടായ്മ ITDP ഓഫീസിന് മുമ്പിൽ സമരം നടത്തുകയാണ്. മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ തങ്കത്തിളക്കം നൽകി 22ാം വാർഷികത്തിലേക്ക് കടക്കുന്ന സഹാറ ഗോൾഡൻ ഡയമണ്ട്. ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക് ബ്രൈഡൽ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ 18 കാരറ്റ് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം, വിശാലമായ പാർക്കിംഗ് സൗകര്യം. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.